കൊച്ചി ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചേരനെല്ലൂരിനെ രണ്ടായി വിഭജിക്കുന്നതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ 180 ദിവസമായി നാട്ടുകാർ പ്രതിഷേധ സമരത്തിലാണ്. ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാൻ അടിപ്പാത വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചേരാനെല്ലൂരിനെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ദേശീയപാത കടന്നുപോകുന്നത്. 2.4 കിലോമീറ്റർ ദൂരത്തിൽ ബൈപ്പാസുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ എവിടെയും വിടവില്ല. അടിപ്പാതയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്ന പരിഹാരം. ചേരാനെല്ലൂർ തൈക്കാവ് GLPS റോഡ് ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 2.5 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങിയാൽ മാത്രമേ പ്രദേശവാസികൾക്ക് റോഡ് മുറിച്ചു കടക്കാനാകൂ. കണ്ടെയ്നർ ജംഗ്ഷൻ മുതൽ കുന്നുംപുറം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് അടച്ചുകെട്ടിയാണ് ദേശീയപാതയുടെ നിർമ്മാണം. പാതയ്ക്ക് ഇരുവശങ്ങളിലും വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയുണ്ട്. ആളുകൾക്ക് സുഗമമായി ഇവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പഞ്ചായത്ത് ഭരണസമിതിയെല്ലാം നാട്ടുകാർക്കൊപ്പമാണ്. പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഇതിനോട് എതിർപ്പാണ്. ഹൈവേ 66 ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിയിലാണ്. ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സമരങ്ങളും കാര്യങ്ങളും നടത്തി പോവുക എന്നല്ലാതെ ഞങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് കേസ് പോയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു പഞ്ചായത്തിനെ വിളിച്ചിട്ട് നമുക്കൊരു നിർദ്ദേശങ്ങൾ തരികയോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് തുടക്കത്തിലേ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. തുടർന്ന് തന്നെ പോകും എന്നുള്ളതാണ്. തുടർന്ന് എവിടെ വരെ പോകണം, ഏതെല്ലാം വിധത്തിൽ ഞങ്ങൾ സമരം ചെയ്യാൻ പറ്റും, ഞങ്ങൾ അതിനെ തന്നെയാണ് വെച്ച് നിൽക്കുന്നത്. ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരും വിദ്യാർത്ഥികളുമാണ് ഇതിൽ പ്രധാനമായും ബുദ്ധിമുട്ടുക. ശരിയായ ഇടപെടൽ നടത്തി അടിപ്പാത കൂടി ശരിയാക്കി നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നതാണ് ആവശ്യം. ആവശ്യങ്ങൾ പരാതികളായി നൽകിയും സമരങ്ങൾ സജീവമാക്കിയും മുന്നോട്ടു പോവുകയാണ് ഇവിടെയുള്ളവർ. അമൃത ന്യൂസ്, കൊച്ചി. ഈ വിഷയത്തിൽ നിരവധി പരാതികളാണ് ചേരനെല്ലൂർ പ്രദേശവാസികൾ നൽകിയിരിക്കുന്നത്. വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എണ്ണി പറയുകയാണ് നാട്ടുകാർ. പൂർവികരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവികർ വിട്ടുകൊടുത്ത സ്ഥലത്ത് കൂടി നമ്മൾ പണ്ട് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാത. ആ പാതയിൽ കൂടെ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം സുപ്രഭാതത്തിൽ 2 സൈഡിലും വലിയ മതിൽ കെട്ടി, നടുക്ക് കൂറ്റൻ മതിൽ കെട്ടി അടച്ചു പോകുമ്പോൾ നമ്മളെല്ലാവർക്കും പരാതി കൊടുത്തു. കളക്ടർക്ക് പരാതി കൊടുത്തു, പ്രൊജക്ട് ഡയറക്ടർ പരാതി കൊടുത്തു, മന്ത്രിമാർക്ക് പരാതി കൊടുത്തു, നിതിൻ ഗഡ്കരിക്ക് വരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മളെ നേരിട്ടൊന്ന് കേൾക്കാനായിട്ട് ഇതുവരെ ഒരു ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഭീകരമായ ഒരു അവസ്ഥയാണ്. ഒരു അടിപ്പാത കിട്ടിയേ തീരൂ. 30,000-ഓളം വരുന്ന ജനസംഖ്യ ഉള്ള ചേരാനെല്ലൂർ പഞ്ചായത്തിൽ ഒരടിപ്പാത പോലും നൽകാതെയാണ് ഉദ്യോഗസ്ഥർ. വലിയ വിവേചനമാണ് നമ്മുടെ ഈ നാടിനോട് കാണിച്ചിരിക്കുന്നത്. ഈ റോഡ് കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുടെ വിവിധ ഗ്രൂപ്പുകൾ സമരത്തിലാണ്. ഇവിടെ തൊട്ടടുത്ത് SC/ST ഒരു ദളിത് വിഭാഗത്തിൻ്റെ ഒരു കോളനിയുണ്ട്. അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്ന്. അവർക്ക് പോലും പുറത്തേക്ക് സഞ്ചരിക്കാനോ ജോലിക്ക് പോകാനോ കഴിയാത്തൊരവസ്ഥ വരും. മറുപടി എന്ന് വെച്ചാൽ അവർ ഈ ലോ പറയുകയാണ്. അതായത് 2 കിലോമീറ്റേഴ്സിൽ ഒരു അണ്ടർ പാസേജ് അനുവദിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ സെപ്പറേറ്റഡ് 2.4 കിലോമീറ്റേഴ്സിൽ പോലും ഒരു അണ്ടർ പാസേജ് ഇല്ല. ഈ വീടുകളിൽ പണിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഈ വഴിയിൽ കൂടെ വന്നിട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവർക്ക് പോലും ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത ചുറ്റുപാടാണുള്ളത്. ഇതിങ്ങളുടെ ഈ മതിലിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ റോഡിൻ്റെ അപ്പുറത്തും സംഭവിക്കുന്നു എന്ന് ഇവിടെയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇവിടെയും സംഭവിക്കുന്നു അവിടെയുള്ള ആളുകൾക്കോ അറിയാൻ പറ്റില്ല. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, പ്രതിഷേധ സമരം 180 ദിവസം പിന്നിട്ടു. പല പരാതികൾ നൽകിയെന്ന് നാട്ടുകാർ പറയുന്നത് നമ്മൾ കേട്ടു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ആവശ്യത്തിനൊരു പരിഹാരം കാണാത്തത്? സമരം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ സമരസമിതിയുടെ തീരുമാനം? കഴിഞ്ഞ 180 ദിവസങ്ങളായി ചേരാനെല്ലൂർ നിവാസികൾ ഇവിടെ സമരത്തിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ചേരാനെല്ലൂർ മുറിച്ചാണ് ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണം വരുന്നത്. അതിൽ ഇരുവശങ്ങളിലുമുള്ള ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നതിന് വേണ്ടി ഒരു അടിപ്പാത വേണമെന്നതാണ്. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ കൂടി ഇതിലുണ്ടായിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ സമരക്കാർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സമരപന്തലിൽ എത്തുകയും ഇവർക്ക് ഉള്ള പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പോ ഇവർക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും കളക്ടറിനടക്കം പരാതിയുമായിട്ടാണ് ഈ നാട്ടുകാർ
മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഈ സമരം അതിശക്തമാക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കളക്ടർ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ കൂടിയാലോചനകൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ, ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ കൂടിയാലോചനകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുമാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. വിവിധ പാർട്ടികളും വിവിധ സംഘടനകളും ഒക്കെ തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്.